ഹലോ വിദ്യാർത്ഥികളെ, സ്വാഗതം. ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നത് GMAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 10 മില്ലിമീറ്റർ കട്ടിയുള്ള മൈൽഡ് സ്റ്റീൽ MS പ്ലേറ്റിൽ T ജോയിന്റ് നടത്താനും പരിശോധിക്കാനുമാണ്. ഈ എക്സസൈസിന് അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. 150 മില്ലിമീറ്റർ നീളവും 50 മില്ലിമീറ്റർ വീതിയും 10 മില്ലിമീറ്റർ കനവുമുള്ള പ്ലേറ്റുകൾ തയ്യാറാക്കുക. പ്ലേറ്റുകൾ T ജോയിന്റുകളായി ക്രമീകരിച്ച് ടാക്ക് വെൽഡ് ചെയ്യുക. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് വെൽഡിംഗ് ചെയ്യുക. GMAW പ്രക്രിയ ഉപയോഗിച്ച് വെൽഡിംഗ് ചെയ്യുക. വെൽഡിലും ബീഡ് അപ്പിയറൻസിലും സർഫസ് ഡിവൈസുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് GMAW മുഖേന ഫ്ലാറ്റ് പൊസിഷനിൽ 10 മില്ലിമീറ്റർ കട്ടിയുള്ള മൈൽഡ് സ്റ്റീൽ MS പ്ലേറ്റിൽ T ജോയിന്റ് പ്രവർത്തിപ്പിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ആവശ്യമായ ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, ബോൾ പീൻ ഹാമർ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, കീ ഓർ സ്പാനർ, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ആംഗിൾ ഗ്രൈൻഡർ, ഗ്യാസ് റെഗുലേറ്ററും ഫ്ലോ മീറ്ററും, CO2 ഗ്യാസ് ഹീറ്റർ, ഷീൽഡിംഗ് ഗ്യാസ് ഹോസ്, വെൽഡിംഗ് പവർ സോഴ്സ്, സ്ഥിരമായ വേഗതയും വോൾട്ടേജും ഉറപ്പാക്കുന്ന വയർ ഫീഡറുകൾ, ഇലക്ട്രോഡ് വയർ സപ്ലൈ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ CO2, സംരക്ഷണ വസ്ത്രം ധരിക്കുക. ഗ്യാസ് കട്ടിംഗ് സമയത്ത് വെൽഡിംഗ് ഗോഗിൾസും ഗ്രൈൻഡിങ്ങിൻ്റെ സമയത്ത് പ്ലെയിൻ ഗോഗിൾസും ധരിക്കുക. ഗ്യാസ് കട്ടിംഗ് ഉപയോഗിച്ച് 150 മില്ലിമീറ്റർ നീളവും 50 മില്ലിമീറ്റർ വീതിയും 10 മില്ലിമീറ്റർ കനവുമുള്ള പ്ലേറ്റുകൾ മുറിക്കുക. ഗ്രൈൻഡിംഗ് ഉപയോഗിച്ച് അരികുകൾ ഡീബർ ചെയ്യുക. പ്ലേറ്റുകളുടെ ചതുരാകൃതി പരിശോധിക്കുക. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് പ്ലേറ്റുകളുടെ സർഫസ് വൃത്തിയാക്കുക. പ്ലേറ്റുകൾ T ജോയിന്റായി സജ്ജമാക്കുക. ടോർച്ച് ഉപയോഗിച്ച് GMAW മിഷൻ സജ്ജമാക്കുക. 0.8 മില്ലിമീറ്റർ മൈൽഡ് സ്റ്റീൽ ഫില്ലർ വയർ ഉപയോഗിക്കുക. 90 മുതൽ 100 ആംപിയർ കറണ്ട് സജ്ജമാക്കുക. അനുബന്ധ വയർ ഫീഡ് നിരക്കും 19 മുതൽ 20 ആർക്ക് വോൾട്ടേജും സെറ്റ് ചെയ്യുക. T ജോയിന്റിനായി വെൽഡിംഗ് പ്ലേറ്റുകൾ ടാക്ക് ചെയ്യുമ്പോൾ അവയ്ക്കിടയിലുള്ള ആംഗിൾ തുടക്കത്തിൽ 93 ഡിഗ്രിയായി നിലനിർത്തണം. അതായത് ഒരു റണ്ണിന് 1 ഡിഗ്രി എന്ന ഡിസ്റ്റോർഷൻ അലവൻസ്. അതുവഴി വെൽഡിങ്ങിന് ശേഷം ആത്യന്തികമായി 90 ഡിഗ്രിയായി നിൽക്കുന്ന ആംഗുലർ ഡിസ്റ്റോർഷൻ നിയന്ത്രിക്കാൻ കഴിയും. ഈ ജോയിന്റ് രണ്ടറ്റങ്ങളിലും കുറഞ്ഞത് 10 മില്ലിമീറ്റർ നീളമുള്ള ടാക്ക് വെൽഡ് ചെയ്യുക. പ്ലേറ്റുകളുടെ ചതുരാകൃതി പരിശോധിക്കുക. ഇനി നമുക്ക് GMAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 10 mm കട്ടിയുള്ള മൈൽഡ് സ്റ്റീൽ MS പ്ലേറ്റിൽ T ജോയിന്റിന്റെ വെൽഡിംഗ് പ്രക്രിയ നോക്കാം. വെൽഡിംഗ് പൊസിഷനറിൽ 45 ഡിഗ്രിയിൽ ചാനലിൽ ടാക്ക് വെൽഡ് ജോലി നിലനിർത്തുക. അങ്ങനെ വെൽഡിംഗ് ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ നടത്താൻ കഴിയും. ഗൺ ജോയിന്റിന് ലംബമായും ട്രാവൽ ഡയറക്ഷനിലേക്ക് 5 മുതൽ 15 ഡിഗ്രി വരെ ആംഗിളിലുമാണ്. 0.8 mm ഡയ മൈൽഡ് സ്റ്റീൽ ഫില്ലർ വയർ ഉപയോഗിച്ച് T ജോയിന്റിന്റെ റൂട്ട് റൺ വെൽഡ് ചെയ്യുക.
സ്ട്രിങ്ങർ ബീഡ് വെൽഡിംഗ് ടെക്നിക്ക് പ്രയോഗിക്കുക. ടീ ജോയിന്റിനായി റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ജോയിന്റിന് ലംബമായി ടോർച്ച് പിടിക്കുക. ജോയിന്റിന്റെ ബാക്ക് ഹാൻഡ് പൊസിഷനിൽ ഇടത്തുനിന്ന് വലത്തോട്ട് സ്ഥിരമായ റേറ്റിൽ ടോർച്ച് നീക്കുക. ഗൺ ലംബരേഖയിൽ നിന്ന് മെറ്റൽ സർഫസിലേക്ക് 5 മുതൽ 15 ഡിഗ്രി വരെയും സർഫസിലേക്ക് 45 ഡിഗ്രി വരെയും പിടിക്കണം. ഒരു കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കുക. റൂട്ട് റൺ കവർ ചെയ്യുന്ന സ്ട്രിങ്ങർ ബീഡ് ടെക്നിക്ക് ഉപയോഗിച്ച് രണ്ടാമത്തെ റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സെക്കൻഡ് റൺ താഴത്തെ പ്ലേറ്റും റൂട്ട് റണ്ണിന്റെ വീതിയുടെ 2/3 ഭാഗവും കവർ ചെയ്യണം. റൂട്ട് റണ്ണിനായി ഉപയോഗിക്കുന്ന അതേ വെൽഡിംഗ് പാരാമീറ്ററുകളും ടെക്നിക്കുകളും സ്വീകരിക്കുക. ടോർച്ച് വെൽഡിന്റെ ബോട്ടം ടോയിൽ എത്തുമ്പോൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് നിർത്തേണ്ടതുണ്ട്. അതുവഴി ടോയിൽ ഡെവലപ്ഡായ അണ്ടർകട്ട് ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ശരിയായി നിറയ്ക്കും. താഴത്തെ പ്ലേറ്റിലെ അണ്ടർകട്ട് ഒഴിവാക്കിയിട്ടുണ്ടെന്നും 10 മില്ലിമീറ്റർ കട്ടിയുള്ള പ്ലേറ്റ് നീളമുള്ള ലെഗ് ലെങ്ത് ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുക. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കുക. സ്ട്രിങ്ങർ ബീഡ് ടെക്നിക്ക് ഉപയോഗിച്ച് രണ്ടാമത്തെ റണ്ണിന് സമാനമായി മൂന്നാമത്തെ റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. മൂന്നാമത്തെ റൺ റൂട്ട് റണ്ണിനെയും രണ്ടാമത്തെ റണ്ണിനെയും കവർ ചെയ്യണം. ആവശ്യമായ ബീഡ് റീഇൻഫോഴ്സ്മെന്റ്, ഉയരം, രൂപം ഇവ ലഭിക്കുന്നതിന് ടോർച്ചിനൊരു യൂണിഫോം ട്രാവൽ സ്പീഡ് നിലനിർത്തുക. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കുക. ഏതെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. ഇപ്പോൾ നമ്മൾ GMAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 10 mm കട്ടിയുള്ള MS പ്ലേറ്റിലെ ടീ ജോയിന്റ് പ്രവർത്തിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പിന്തുടരേണ്ട പ്രധാന പോയിന്റുകൾ നോക്കും. മുൻകരുതൽ: പ്ലേറ്റിന്റെ അറ്റം മുരുകുന്നത് ഒഴിവാക്കാൻ ആർക്ക് വോൾട്ടേജ് 1 വോൾട്ടിനും റൂട്ട് റൺ ഉപയോഗിക്കുന്നതിൽ നിന്ന് 5 ആംപിയർ കറണ്ടും കുറയ്ക്കുക. CO2 വെൽഡിംഗ് പ്രക്രിയയ്ക്ക് പല മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള കഴിവില്ല. അതിനാൽ പ്ലേറ്റ് സർഫസിൽ നിന്ന് മിൽ സ്കെയിൽ, തുരുമ്പ്, പെയിന്റ്, എണ്ണ അല്ലെങ്കിൽ ഗ്രീസ് എന്നിവ വൃത്തിയാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ടോർച്ച് നോസിൽ വെൽഡ് സ്പാറ്ററുകൾ കൊണ്ട് അടഞ്ഞു പോകുമ്പോൾ ആൻറ്റി സ്പാറ്റർ സ്പ്രേ ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വയർ ഫീഡ് ക്രമരഹിതമായതിനാൽ ആർക്ക് അൺസ്റ്റേബിൾ ആകും. കൂടാതെ CO2 വാതക പ്രവാഹം യൂണിഫോം ആയിരിക്കില്ല. ഇത് വെൽഡിനും പൊറോസിറ്റിക്കും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. 10 mm ലെഗ് നീളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ നമുക്ക് പോരായ്മകൾ നോക്കാം. കോൺവെക്സിറ്റി,
porosity, uneven bead width. Cracks. Undercut. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് 150 മില്ലിമീറ്റർ നീളവും 50 മില്ലിമീറ്റർ വീതിയും 10 മില്ലിമീറ്റർ കനവുമുള്ള പ്ലേറ്റുകൾ തയ്യാറാക്കുക. ടീ ജോയിന്റുകളും ടാഗ് വെൽഡുകളും സജ്ജമാക്കുക. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. ഫ്ലാറ്റ് പൊസിഷനിൽ GMAW പ്രക്രിയ ഉപയോഗിക്കുക. വെൽഡിലും ബീഡ് അപ്പിയറൻസിലും സർഫേസ് ഡിഫെക്ട്സുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.